ഇത് വളരെ ഔപചാരികമായ ഒരു കൂടിച്ചേരലല്ല. നമ്മൾ പരസ്പരം അറിയാവുന്ന ഒരുപാട് പേരുടെ ഒരു ഒത്തുകൂടലാണ്. ഈ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അതൊരു അവിചാരിതമായ ഒരു യാദൃശ്ചികതയാണ്. ഏതാണ്ട് കൃത്യമായും പറഞ്ഞാൽ ഒരു വർഷവും ഒരു ദിവസം മുമ്പ് ഇതേ വേദിയിൽ ലാൽ ഉൾപ്പെടെയുള്ള എൻ്റെ സിനിമാ ജീവിതത്തിൽ എന്നോടൊപ്പം യാത്ര ചെയ്ത ഒരുപാട് പേര് ഒത്തുകൂടിയ ഒരു ദിവസമാണ്. എൻ്റെ സിനിമാ ജീവിതത്തിൽ 40 വർഷങ്ങൾ പൂർത്തിയായ ആ ആഘോഷം എൻ്റെ കൂടെ ജോലി ചെയ്ത എൻ്റെ ശിഷ്യന്മാർ സംഘടിപ്പിച്ചതാണ്. ഇന്ന് 37 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സന്തോഷം കൂടെ നമ്മളിവിടെ ഷെയർ ചെയ്യുകയാണ്. കിരീടം റിലീസാകുന്നത് 1989 ജൂലൈ 7-ാം തീയതിയാണ്. ഏതാണ്ട് 37 വർഷങ്ങൾക്ക് ശേഷം ഈ വരുന്ന ജൂലൈ ആദ്യവാരം തിയേറ്ററുകളിലേക്ക് അതിൻ്റെ റീമാസ്റ്റേർഡ് വേർഷൻ എത്തുകയാണ്. അത് സാധ്യമായത് NFDCയുടെ സഹകരണത്തോടു കൂടിയാണ്. ആദ്യമായിട്ടാണ് NFDC ഒരു മലയാള ചിത്രം അതിൻ്റെ നമ്മുടെ ഭാഷയിൽ നമ്മൾ റീമാസ്റ്ററിംഗ് എന്ന് പറയുമ്പോൾ അവർ അതൊരു പ്രിസർവേറ്റ് ചെയ്യുന്ന ഒരു രീതിയിലാണ്. അതിൻ്റെ ഒറിജിനാലിറ്റി നഷ്ടപ്പെടാത്ത ഒരു റീസ്റ്റോറിങ്ങാണ് ഇവിടെ സംഭവിക്കുന്നത്. അത് ആദ്യമായിട്ട് അതിൻ്റെ റീസ്റ്റോറിങ് സംഭവിച്ച മലയാളത്തിലെ ആദ്യത്തെ സിനിമ എന്ന നിലയിൽ ഈ കഴിഞ്ഞ IFFIയിൽ ഗോവയിൽ നടന്ന ഫെസ്റ്റിവലിൽ അതിലൊരു പ്രീമിയർ ഷോ, റെഡ് കാർപ്പറ്റ് പ്രീമിയർ ഷോ സംഘടിപ്പിച്ചിരുന്നു. NFDCയുടെ MD ശ്രീ പ്രകാശ് മത്തും ഇപ്പോൾ നമ്മുടെ കൂടിയുണ്ട്. അന്ന് ഇതിൻ്റെ നെഗറ്റീവ് റൈറ്റ്സ് ഹോൾഡറായ ശ്രീ വിജയകുമാറും ഞാനും അവിടെ ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ ഒരു മലയാളികളല്ലാത്ത വിദേശ ഡെലിഗേറ്റുകൾ ഉൾപ്പെടെയുള്ള ഒരു വലിയ സദസ്സിന് മുമ്പിൽ അത് പ്രദർശിപ്പിക്കപ്പെട്ടപ്പോൾ നമ്മൾ ഇക്കാലം അത്രയും നമുക്ക് ലഭിച്ച ആ സിനിമയെക്കുറിച്ചുള്ള അപ്രിസിയേഷൻ്റെയൊക്കെ ഏറ്റവും പരമോന്നതമായ ഒരു അവസ്ഥ അനുഭവിക്കാൻ എനിക്ക് അവിടെ കഴിഞ്ഞു. ഇന്ന് വീണ്ടും തിയേറ്ററുകളിൽ ഒരിക്കൽ കൂടി കാണാൻ മലയാളികൾ ആഗ്രഹിക്കുന്ന ഈ ചിത്രം എത്തുമ്പോൾ അത് അതേ സ്വീകാര്യത ഈ സിനിമയ്ക്കുണ്ടാകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഇവിടെ ഈ സന്തോഷം നിറഞ്ഞ ഈ സമയത്ത് നിൽക്കുമ്പോഴും ഒരുപാട് സങ്കടപ്പെടുത്തുന്ന ഓർമ്മകൾ കൂടി നമ്മോടൊപ്പമുണ്ട്. കടന്നു വരുമ്പോൾ നിങ്ങൾ കണ്ടു ഈ സിനിമയുടെ ഭാഗമായിരുന്ന ഈ സിനിമയുടെ തിരശ്ശീലയ്ക്ക് മുമ്പിലും പിൻപിലുമായി പ്രവർത്തിച്ച ഒട്ടനവധി പേരും ഇന്ന് ഇവിടെ നമ്മോടൊപ്പമില്ല. നമ്മോടൊപ്പം ഇന്ന് ഉള്ള ഞാനുൾപ്പെടെ ലാലുൾപ്പെടെ ഈ സിനിമയുടെ ഭാഗമായിരുന്ന ജീവിച്ചിരിക്കുന്ന ഒട്ടുമിക്ക പേരെയും ഇവിടേക്ക് എത്തിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും വലിയ സന്തോഷം ലാലിൻ്റെ സ്വാഭാവികമായിട്ടും ലാൽ ഇതിൻ്റെ ഭാഗമാണെന്ന് ആദ്യം തന്നെ തീരുമാനിച്ചു. ലാൽ തന്നെ പറഞ്ഞ സമയത്ത് ലാൽ തന്നെ എത്തിയിരിക്കുന്നു. ഞങ്ങൾ ലാലിനെ കാണാൻ ചെല്ലുമ്പോൾ ഇതിലൊരു പ്രിവ്യൂ, ഒരു പ്രീമിയർ ഷോ, ഒരു സെലിബ്രിറ്റി ഷോ നടത്താനുള്ളൊരു ഡേറ്റാണ് ചോദിക്കാൻ ചെന്നത്. ലാൽ അത് സമ്മതിച്ച ശേഷം പറഞ്ഞു, 22-ാം തീയതി ഞാൻ ഫ്രീ ആണ്, അന്ന് നിങ്ങൾക്ക് എന്നെ കൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ ഞാനിവിടെ ഉണ്ടാവും. അങ്ങനെയാണ് ഈ ലോഞ്ച്, ഈ ട്രെയിലർ ലോഞ്ചിൻ്റെ ചടങ്ങ് കൂടെ നമ്മളതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്തത്. അപ്പോൾ ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂക്കാലം തന്നു എന്ന് പറയുന്നത് പോലെ അദ്ദേഹം ഇതിൻ്റെ ഭാഗമാണ്. എത്രമാത്രം ഹൃദയത്തിലേക്ക് അദ്ദേഹം ഈ സിനിമയെ ചേർത്ത് വെച്ചിരിക്കുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ഞാൻ അവിടെ ലൊക്കേഷനിൽ നിന്ന് ഇതിനൊരു റിലീസ് ചെയ്യാൻ പോകുന്ന ട്രെയിലർ കാണിച്ചപ്പോൾ അദ്ദേഹം ഓരോ സീനുകളും ഓരോരുത്തരെയും കാണുമ്പോഴൊക്കെയും അദ്ദേഹം അതിനോട് കാണിക്കുന്ന ഒരു ഇമോഷണലായിട്ടുള്ളൊരു റിയാക്ഷൻസ് എന്നെയും ഞങ്ങളെല്ലാവരും വല്ലാതെ സ്പർശിക്കുകയുണ്ടായി. മറ്റൊരു സന്തോഷം ഒരുപക്ഷെ ഈ സിനിമയുടെ നായിക ഇവിടെ എത്തിച്ചേർന്നു എന്നുള്ളതാണ്. ഞാൻ പാർവതിയെ വിളിക്കുമ്പോൾ ഈ ഒരു ചടങ്ങിലേക്ക് പാർവതി എത്തുമെന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നില്ല. കാരണം ദീർഘകാലമായി സിനിമയുമായി ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാമുകളിലും പാർവതി പ്രത്യക്ഷപ്പെട്ടതായി കണ്ടിട്ടില്ല. എങ്കിലും ഞാനത് പറഞ്ഞപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് എന്നെ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുകയാണ്, ഞാൻ വരുന്നു എന്നുള്ളത്. അതും വലിയ സന്തോഷം. അങ്ങനെ സേതുമാധവൻ്റെ ദേവിയും ഇവിടെ എത്തിയിരിക്കുന്നു. കിരീടം എന്ന സിനിമ ഇപ്പോൾ 37 ഇയേഴ്സായി റിലീസായിട്ട്. പക്ഷേ ഞാൻ എവിടെ പോവുകയാണെങ്കിലും ഇപ്പോഴും അതിലെ ദേവിയെ പറ്റിയാണ് എപ്പോഴും എന്നോട് ആൾക്കാർ പറയാറ്. അതെനിക്ക് അന്ന് തൊട്ട് ഇന്ന് വരെ അപ്രീസിയേഷൻ കിട്ടിയ ഒരു ക്യാരക്ടറാണ്. എന്നെ 2-3 ദിവസം മുമ്പ് സിബി സാർ വിളിച്ചപ്പോൾ
ഞാൻ ഉറപ്പായിട്ടും വരാമെന്ന് പറഞ്ഞു. കാരണം എനിക്കൊരു കടം വീട്ടാനുണ്ട്. ഞാൻ ഇത്രയും വർഷമായിട്ട് ആരോടും ഞാനൊരു നന്ദി ഇതുവരെയും പറഞ്ഞിട്ടില്ല. എന്നെ വിശ്വസിച്ച് ഈ ഒരു ക്യാരക്ടർ, ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് തന്നതിന് സിബി സാറിനോട്, ഉണ്ണിച്ചേട്ടൻ, ദിനേശ് പണിക്കർ, വിജയകുമാർ സാർ, എല്ലാവരോടും, കുമാർ സാർ, എല്ലാവരുടെയും പേര് പറയണമെന്നുണ്ട്. ഏറ്റവും കൂടുതൽ ലാലേട്ടൻ്റെ അടുത്ത് ഏറ്റവും നല്ലൊരു സപ്പോർട്ടിങ് കോസ്റ്റാറായിട്ട് നിന്നതിന് എനിക്കറിയില്ല ഇതിൽ കൂടുതൽ എന്താ പറയേണ്ടതെന്നുള്ളത്. വളരെ സന്തോഷമുണ്ട്. തിരിച്ചും ഈ ഒരു എല്ലാവരെയും കാണാൻ സാധിച്ചതിലും ഇവിടെ വന്ന് നിൽക്കാൻ പറ്റിയില്ല. താങ്ക് യു സോ മച്ച്. വർഷങ്ങൾക്ക് മുമ്പാണ് കിരീടം ഇറങ്ങുന്നത്. അന്ന് ഉണ്ടായിരുന്നവരിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ജീവിച്ചിരിക്കുന്നത് ശ്രീ മോഹൻലാലും പാർവതിയും ഞാനും ജഗദീഷും ഉഷയുമാണ്. ബാക്കി എല്ലാവരും നമ്മളിവിടെ പോയിരിക്കും. അപ്പോൾ ഇപ്പോഴും ഞാൻ ആ പടത്തിൻ്റെ കാര്യങ്ങളിലെ സെറ്റിലെ കാര്യങ്ങളൊക്കെ ഞാൻ ആലോചിക്കുന്നു. അപ്പം സിബി മലയിൽ നിന്നുള്ള ഡയറക്ടർ കൂടെ ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു പുള്ളി എങ്ങനെയുള്ള ഒരാളായിരിക്കും, വളരെ സീരിയസ് ആയിരിക്കുമോ അതോ ഇങ്ങനെ സോഫ്റ്റായിട്ട് ഇങ്ങനെ നടക്കുന്നത്, ചിലർക്ക് സെറ്റ് ഇടുമല്ലോ വിനയം, അങ്ങനത്തെ ഒരാളാണോ അതോ ദേഷ്യക്കാരനാണോ നമുക്ക് അറിയാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു പടത്തിൻ്റെ ഷൂട്ടിങ്ങും ചിത്രാഞ്ജലി നടക്കുമ്പോൾ അല്ല നെടുമുടി വേണു ഡയറക്റ്റ് ചെയ്യുന്ന ഒരു മലയാളത്തിലെ ആദ്യത്തെ ഒരു സീരിയലുണ്ടായിരുന്നു, ഭൈരവി വിലാസം ലോഡ്ജ്. അപ്പോൾ അതിൻ്റെ ഷൂട്ടിംഗ് സമയത്ത് അവിടെ ഒരു കുരങ്ങനെ കൊണ്ട് കിട്ടിയിരുന്നു. അപ്പോൾ ആ സെറ്റിൽ എന്തോ ആവശ്യത്തിന് നെടുമുടി വേണു ഡയറക്റ്റ് ചെയ്യുന്നതാണ്ട് അരവിന്ദൻ വരുന്നുണ്ട്, ഡയറക്റ്റ് അരവിന്ദൻ. അപ്പോൾ അദ്ദേഹം വളരെ സോഫ്റ്റ്, അങ്ങനെ സംസാരിക്കുന്നൊന്നുമില്ല. അത് ഞാൻ വിചാരിച്ചു സെറ്റായിരിക്കും, ജീനിയസ്, അതുകൊണ്ടായിരിക്കും എന്നൊക്കെ. അദ്ദേഹം അവിടെ സെറ്റിലോട്ട് വരുമ്പോഴത്തേക്ക് ഞാൻ അവിടെ കെട്ടിയിരുന്ന കുരങ്ങ് ചാടി അദ്ദേഹത്തിൻ്റെ തോളിൽ ഇരുന്നിട്ട് താടിയിൽ മുടിയിലൊക്കെ വെച്ചു വെച്ചു. ആരായാലും അയ്യോ അമ്മോ അപ്പോൾ അത് പിടിച്ചു മാറ്റണമെന്ന് പറയും. അപ്പോഴും അരവിന്ദൻ ആരാ ഇതിൻ്റെ ആള്, ഇത് ഒന്ന് മാറ്റിക്കൂടെ, ആരാ ഇത് എന്ന് പറയും. അപ്പോഴത്തേക്കും അദ്ദേഹം അവിടെ കൊണ്ട് ചെട്ടിയായിരുന്ന ഒരാൾ കുരങ്ങനെ പിടിച്ചു മാറ്റി. അപ്പോൾ അദ്ദേഹം ചോദിച്ചു എന്തിനാ ഇതിനെ വളർത്തുന്നത്. അപ്പോൾ ചെട്ടിയാരോ അണ്ണാ ഒരു കൗതുകം. അപ്പോൾ ഞാൻ വിചാരിച്ചു സിബിയാണ് അറിയാനുള്ളത്. അപ്പോൾ ഈ കിരീടത്തെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ബാലാജി സാറിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അന്ന്. അപ്പോൾ ചെന്നൈയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ശ്രീ മോഹൻലാലിനോട് ഞാനും പോയി, എന്നെയും വിളിച്ചിരുന്നു. അപ്പോൾ ഈവനിങ് ഫ്ലൈറ്റിന് പോകുന്നു, അവിടുത്തെ അന്നത്തെ ഡിന്നർ അറ്റൻഡ് ചെയ്ത് മോർണിംഗ് ഫ്ലൈറ്റിന് വരണം, പിറ്റേന്ന് സീനെ കൊള്ളാൻ. അങ്ങനെ ഞാൻ അവിടെ വൈകുന്നേരത്തെ ഫ്ലൈറ്റ് ഞങ്ങൾ പോയി അതൊക്കെ അറ്റൻഡ് ചെയ്തു. പിറ്റേന്ന് എയർപോർട്ടിൽ വന്നപ്പോഴത്തേക്കും എല്ലാവരും ടിക്കറ്റ് ഓക്കെ, എൻ്റെ ടിക്കറ്റ് ഓക്കെ ഇല്ല. ഞാനും മോഹൻലാലിട്ടൊക്കെ കോമ്പിനേഷൻ സീനുള്ളതാണ്. ഞാൻ ആകെ ടെൻഷൻ അടിച്ചിരിക്കുമ്പം മോഹൻലാലിൻ്റെ അച്ഛനുണ്ട് ഫ്ലൈറ്റിൽ, വിശ്വനാഥ് സാറുണ്ട്. അപ്പം ലാലി എന്ന് റിക്വസ്റ്റ് ചെയ്തു അച്ഛൻ്റെ ടിക്കറ്റ് യാത്ര ചെയ്തോട്ട്. അത് ഞാൻ പറഞ്ഞു അയ്യോ ഓക്കെ ഷൂട്ടിംഗ് നടക്കട്ടെ. പക്ഷെ അവിടെ എയർപോർട്ടിൽ അവർ സമ്മതിച്ചില്ല. വെയിറ്റിംഗ് ലിസ്റ്റ് സ്ഥിരം 10 പോകുന്നതാണ്, അന്ന് എൻ്റെ വെയിറ്റിംഗ് ലിസ്റ്റ് 1 ഞാൻ പോയില്ല. അങ്ങനെ ഇവരെല്ലാം പോയി. ഞാൻ ചെന്നൈയിൽ അന്നത്തെ മദ്രാസിൽ അവിടെ നിന്ന് പോയി. പിറ്റേ ദിവസം ഫ്ലൈറ്റിനാണ് വരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ സീൻ ഷൂട്ടിങ്ങിന് ഞാനില്ലാത്ത സീൻ എന്ത് വന്നു തുടങ്ങി എന്നെ സിബി കൊല വിളിക്കും, അതാണ് ഇതാണെന്നൊക്കെ കയറി. അങ്ങനെ ഞാൻ പേടിച്ച് സെറ്റിൽ ചെന്നു. മാർക്കറ്റാണ് സെറ്റ് ഇടുന്ന സമയം. സെറ്റിൽ ചെല്ലുമ്പം അന്ന് ഷൺമോഹണ്ണനാണെന്ന് എൻ്റെ പ്രൊഡക്ഷൻ്റെ ചീഫ് മാൻ. വളരെ ടെററാണ് പുള്ളി, എല്ലാവരും ഫയർ ചെയ്യും ഒക്കെ ചെയ്ത ഒരു ടെററായിരുന്നു പുള്ളി. അപ്പോൾ പുള്ളി എന്ത് പറയുന്നുള്ള സംഭവം പുള്ളി വന്ന ഉടനെ എന്നെ കണ്ടിട്ട് മൈൻഡ് ചെയ്യുന്നില്ല. നന്നായി ഒരു ദിവസം ഷൂട്ടിങ് നിർത്തിയല്ലോ, ഇവിടെ മാർക്കറ്റ് ഇത്രയും ആൾക്കാരെ വിളിച്ചിട്ട് ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ അടുത്തത് സിബിയുടെ കൂടെയാണ്. ഇനി അത് അദ്ദേഹത്തിൻ്റെ വായന കൂടെ ഞാൻ പതുക്കെ അടുത്തതിൽ സോറി പുള്ളി സ്ഥിരം കാണാൻ സോറി, അത് കുഴപ്പമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തെടുത്തിട്ട് രാജുവിൻ്റെ ക്ലോസപ്പ് എടുത്തത് കുഴപ്പമൊന്നുമില്ല, അല്ല നന്നായിരുന്നില്ല ഫംഗ്ഷൻ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സിബി ഒറിജിനലി അങ്ങനെയാണ്. അരവിന്ദൻ്റെ കാര്യം പറഞ്ഞു, അല്ലാതെ ഒരു സെറ്റല്ല, ഒരു പ്രൊട്ടൻഷ്യൽ ഇത് അഭിനയിക്കുന്ന രീതിയൊന്നും. അത് അവിടെ നടന്നൊരു സംഭവം 37 വർഷം മുമ്പ് ഞാൻ ആലോചിച്ചു. ഇപ്പം ഞാൻ എന്നെ കണ്ടപ്പോൾ എനിക്ക് ഇപ്പോൾ ഈ നിൽക്കുന്ന ആക്ഷനിൽ ഞാൻ പറഞ്ഞൊരു ഡയലോഗുണ്ട്, മോഹൻലാലിൻ്റെ എക്സ്പ്രഷൻ ജഗദീശൻ്റെ പറഞ്ഞു നല്ലൊരു അടി കെട്ടിട്ട് എത്ര കാലമായി എന്ന് പറയുന്ന ഒരു ഷോർട്ടാണ് എനിക്ക് മനസ്സിലായി. എന്തായാലും കിരീടം ഒരു വലിയ ട്രെൻഡ് സെക്ടറായിരുന്നു അന്നത്തെ കാലത്ത്. ഇന്നും ആൾക്കാരുടെ നെഞ്ചിൽ നോവായിട്ട് നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് സേതു. അതൊരു സേതുമാധവൻ നമുക്ക് മറക്കാൻ പറ്റില്ല. ഇതിൻ്റെ 2ാം ഭാഗം ആയിട്ട് പേര് ചെങ്കോൽ വന്നപ്പോൾ നജീബും ജഗദീഷും ഞാൻ കൂട്ടുകാരൻ ഞങ്ങൾ രണ്ടുപേരും അതിലും ഉണ്ടായിരുന്നു. അപ്പോൾ ആ പടം ഇപ്പോൾ നല്ല രീതിയിൽ അന്ന് കണ്ട മാതിരിയല്ല, നമ്മൾ പുതിയൊരു എന്താ പറയുക ഒരു വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും ഇപ്പോഴത്തെ പടം.
ഇപ്പൊ നിങ്ങൾ കാണുന്നില്ലേ ഇതിനകത്ത് കണ്ട കളർ ഷിൽസ് എല്ലാം ഉണ്ടല്ലോ, അതൊക്കെ അന്നത്തെ ഷിൽസ് ഒന്നും ഇല്ല, അന്നത്തെ ഇങ്ങനെ കുറച്ച് ഷിൽസേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ ഇവിടെ കണ്ട ക്ലാരിറ്റി ഷിൽസ് എല്ലാം ഇവിടെ ബോണി അദ്ദേഹമാണ് ഇതിനെല്ലാം കറക്റ്റ് ചെയ്ത് തന്നത്. ഇപ്പോൾ അന്ന് ഡിജിറ്റൽ ക്യാമറയും ഇല്ല, സ്റ്റില്ലെടുക്കാൻ പോയി. അപ്പോൾ അതെല്ലാം ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പിക്ചർ ക്വാളിറ്റി. ഇപ്പോൾ ഞാൻ എൻ്റെ കുറച്ച് സീൻസ് ബോണി എന്നെ വിളിച്ച് കാണിച്ചു. ബോണിയായിട്ട് എങ്ങനെ പരിചയം പറഞ്ഞാൽ എൻ്റെ ചോട്ടാ മുമ്പ് റിലീസ് ചെയ്തപ്പോഴും നല്ല ക്വാളിറ്റി ആയിരുന്നു പടം, നല്ല സൂപ്പർ. അതുപോലെ തന്നെ റിലീസിന് ഈ പടവും നല്ല അഴകായിട്ട് വന്നിട്ടുണ്ട് പടം. നല്ല അതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള പടമായിരിക്കും. എന്തായാലും ഇവിടെ ഇന്ന് റീ റിലീസ് ചെയ്യാൻ തോന്നിയവരുടെ മനസ്സിന് കാര്യം നല്ല ചിത്രങ്ങൾ അങ്ങനെ വരണം. ഈ അന്നത്തെ ജനറേഷൻകാരെല്ലാം ടി വിയിലൊക്കെ അല്ലേ കണ്ടിട്ടുള്ളൂ. ഇപ്പോഴത്തെ ജനറേഷൻകാർ അവരെല്ലാം ഈ പടം തിയേറ്ററിൽ കണ്ട് അവർ മനസ്സിലാക്കണം. അപ്പം ഇങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിച്ച എല്ലാവരും, ഉണ്ണി എൻ്റെ കൂടെ പഠിച്ചാണ്, ജഗദീഷ് ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചാണ്. ജഗദീഷ് എപ്പോഴും എല്ലാവർക്കും പറഞ്ഞിട്ടുണ്ടാകുന്ന കാര്യമില്ല, അത് ഞാൻ പറയട്ടെ. ജഗദീഷ് പറയുന്നുണ്ട് രാജു ഭാഗ്യവാനാണ്, എൻ്റെ കൂടെയും പഠിച്ചു, എൻ്റെ അനിയനോടും പഠിച്ചു. 6ാം ക്ലാസ്സിലൊന്ന് തോറ്റുപോയി, ഹിന്ദിക്ക് ഞാൻ വീക്കായിരുന്നു. പക്ഷെ ജഗദീഷ് ഇനി അത് പറയരുത്, ഞാൻ നാണം കിട്ടും പോകുന്നിടത്തൊക്കെ പ്ലീസ്. അപ്പോൾ ജഗദീഷ് എൻ്റെ അടുത്ത് പറയും അതൊക്കെ നിങ്ങൾ രാജു ഞാൻ ചെയ്യാം, പക്ഷെ രാജു വെളിയിൽ നടന്നിട്ട് നമ്മൾ ഒരേ പ്രായമാണെന്നുള്ള കാര്യം പറയരുത്, അത് ഞാൻ പറയില്ല. അപ്പൊ എല്ലാവർക്കും നല്ല ചിത്രം വീണ്ടും കാണാൻ ഒരു അവസരം ലഭിക്കുകയാണ്. താങ്ക് യു. മാന്യ സദസ്സിന് നമസ്കാരം. നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു എന്ന ഒറ്റ വാക്കാണ് എൻ്റെ മനസ്സിൽ. ലോഹിയേട്ടൻ, സിബി, ഉണ്ണി, ദിനേശ്, വിജയകുമാർ സാർ, അങ്ങനെ എല്ലാവരും. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഇതിൽ നടന്ന ഒരു സംഭവം, 71 കോൾ ഷീറ്റ് ഫസ്റ്റ് സോങ്, സെക്കൻഡ് സോങ് 2 to 9. കൈതപ്പുറം ചേട്ടനുണ്ട്, നമ്മുടെ എല്ലാം എൻ്റെ സ്വന്തം ചേട്ടൻ ജോൺ ചേട്ടൻ, അദ്ദേഹം ഉണ്ട്. അപ്പം ഞാൻ 1 മണിയായപ്പം ഞാൻ 70mm പ്രസാദ് തിയേറ്ററിലെത്തി. അപ്പം ഞാൻ കേൾക്കുന്നത് ഒരു പുതിയ ഗായകനും ചിത്രയും കൂടെ നിന്ന് പാടുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു മെലഡി സോങ്. അപ്പം ഞാനത് കേട്ടു, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതിനുശേഷം ബ്രേക്കിന് ശേഷം 2 മണിക്ക് ചേട്ടൻ എനിക്ക് വരികൾ പറഞ്ഞു തരുന്നു, കണ്ണീർ പൂവിൻ്റെ കവളിൽ തലോടി. അപ്പം ആദ്യത്തെ വരി കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് ഇത്തിരി ശോകമാണ്. അപ്പം അത് ആ ഫീല് കൊണ്ടുവരണം. പക്ഷെ എനിക്ക് അപ്പോഴും ആ മറ്റേ പാട്ട് എൻ്റെ മനസ്സിൽ കിടക്കുകയാണ്. അപ്പം ഞാൻ ജോൺ സാറിൻ്റെ അടുത്ത് പഠിപ്പിക്കാൻ നൽകും, കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി എന്ന് പറഞ്ഞ് ഞാൻ ചേട്ടാ ആ പാട്ട് എനിക്ക് തന്നിട്ട് ഈ പാട്ട് വേണമെങ്കിൽ മറ്റേ പുള്ളിക്ക് കൊടുത്തു. അപ്പോൾ നമുക്ക് കൂട്ടാ, എന്നെ കൂട്ടാന്ന് വിളിക്കുന്നു, കൂട്ടാ നീ ഇത് പാടും. പിന്നെ അവിടെ വേറെ ചോദ്യമില്ല, എന്നെ ദേവരാജൻ മാഷ ശിശിന അടുത്ത സെക്കൻഡിൽ അടിയാണ് വരുന്നത്. അപ്പം ഞാനിത് പാടിക്കഴിഞ്ഞ് പിന്നെ ഞാൻ മറന്നു. അത് കഴിഞ്ഞ് ഫിലിം റിലീസ് ചെയ്തപ്പോൾ അതിനകത്ത് ഒറ്റ പാട്ടേ ഉള്ളൂ, കണ്ണീർ പൂവിൻ്റെ കവളിൽ തലോടി എന്ന ഈ ഗാനം മാത്രമേ സിനിമയിലുള്ളൂ. അതാണ് തലയിലെഴുത്തെന്ന് പറഞ്ഞൊരു കാര്യം. അതിന് ആരടുത്ത് ഞാൻ നന്ദി പറയണം എന്നെനിക്ക് അറിഞ്ഞൂടെ. അത് മാത്രമല്ല, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആദ്യമായിട്ട് സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നതും ഈ പാട്ടിനാണ്, കണ്ണീർ പൂവിൻ്റെ കവളിൽ തലോടി. എല്ലാം നിമിത്തം. ഒരു കാര്യം നമുക്ക് തീർച്ചയായിട്ടും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. കിരീടം എന്ന സിനിമയിൽ എൻ്റെ പ്രിയപ്പെട്ട മോഹൻലാൽ അല്ലെങ്കിൽ കിരീടം എന്താകും എന്ന് ആലോചിക്കും. അനശ്വരമാക്കിയ ദ കംപ്ലീറ്റ് ആക്ടർ മോഹൻലാൽ, എൻ്റെ സ്വന്തം ഡാഡി. ദൈവം ഒരുപാട് അനുഗ്രഹിക്കട്ടെ. ആയിരം സമ്പൽ സ്മൃതിയോടുകൂടി ഇനിയും ഒരുപാട് വേഷങ്ങൾ ചെയ്യാനുള്ള അവസരം ലാലുവിന് നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഇതുപോലെയുള്ള മനോഹരമായിട്ടുള്ള ജഗദീഷ് പറഞ്ഞ പോലെ ശരിക്കും റിയൽ സ്റ്റോറി അങ്ങനെ എടുക്കാൻ വീണ്ടും സിബിക്കും സാധിക്കട്ടെ. ഈ ടീമിനെല്ലാം കൂടെ ചേർന്നിട്ട് നല്ല നല്ല ചിത്രങ്ങൾ ഉണ്ടാകട്ടെ എന്ന് അനുഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഈ പടം എല്ലാവരും തിയേറ്ററിൽ കാണണം. കാരണം ഇപ്പം ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഫസ്റ്റ് ഡേ കാണണം എന്നുള്ളൊരു മോഹം തോന്നി. എന്തായാലും താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്. ഒരു അഭിനേത്രി എന്ന നിലയിൽ ഈ സിനിമയിൽ അഭിനയിക്കുവാൻ അവസരം ലഭിച്ചത് ഒരു ഭാഗ്യമായി കരുതുകയാണ്. കിരീടത്തിൽ അഭിനയിച്ച സമയത്തൊന്നും എനിക്ക്
ഒരു സിനിമയിൽ എൻ്റെ 6ാമത്തെ സിനിമയാണ് ഞാൻ ലാലേട്ടനെ ആദ്യമായിട്ട് കാണുന്നത്. ഇവിടെ കാണിച്ച ആ ജനലിൻ്റെ അടുത്ത് നിൽക്കുന്ന ആ ഒരു ഷോട്ട് എടുക്കുന്ന ആ സീൻ എടുക്കുന്ന സമയത്താണ് നസീബി സാറ് ഇങ്ങനെ ഇതുപോലെ മുണ്ടൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടിരിക്കുന്നു. ഇതാണ് മോഹൻലാൽ, ഇത് ഉഷ എന്ന് പറഞ്ഞു. അപ്പോൾ ജനലിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും നിന്നാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അദ്ദേഹം ചോദിച്ചത് എത്രാമത്തെ സിനിമയാണ്, എനിക്കറിയാം എത്രാമത്തെ സിനിമയാണെന്ന് ചോദിച്ചു. 6ാമത്തെ സിനിമ, എൻ്റെ 6ാമത്തെ സിനിമയായിരുന്നു കിരീടം. അതിനുശേഷം ഇന്ന് വരെ എന്നെ അറിയപ്പെടുന്നത് കിരീടത്തിലെ മോഹൻലാലിൻ്റെ, മോഹൻലാൽ എന്നല്ല സേതുമാധവന്റെ പെങ്ങൾ. ഇന്നും ഒരു ഫോട്ടോ ഫേസ്ബുക്കിൽ ഇട്ടാൽ എൻ്റെ എന്തെങ്കിലും ഒരു വാർത്ത വന്നു കഴിഞ്ഞാൽ അതിൽ വരുന്ന കമൻസും ഒക്കെ സേതുമാധവന്റെ പെങ്ങൾ, സേതുമാധവന്റെ പെങ്ങളെന്ന്. അതൊരു വലിയ അഭിമാനമാണ്. ഇപ്പൊ ഇവിടെ ട്രെയിലർ കണ്ടു, കിടുങ്ങിപ്പോയി. കാരണം ഇന്നത്തെ തലമുറയിലുള്ള ആൾക്കാർ ഇത് കാണുമ്പോൾ വളരെ അത്ഭുതത്തോടെ ആയിരിക്കും ഈ സിനിമ കാണുന്നത്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും, പിന്നിൽ പ്രവർത്തിച്ചവർക്കും ഞങ്ങൾ മുൻപ് പ്രവർത്തിച്ചവർക്കും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. അന്ന് കിരീടം എത്രയോ ഹിറ്റായിട്ടാണ് ഓടിയത്. മലയാള സിനിമയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയുടെ തന്നെ ചരിത്ര സിനിമയായ ഈ സിനിമ ഇങ്ങനെ റിലീസ് ചെയ്യുമ്പോൾ ഇതും ഒരു ചരിത്ര സംഭവമായി മാറും എന്നതിൽ ഒരു സംശയമില്ല. അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.